നമസ്തേ, ഞാൻ റെജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഈ ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമായ വർക്ക്ഷീറ്റുകളും അതുപോലെ തന്നെ അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തെ പാഠത്തിൻ്റെ, അതായത് പുൽ ബിനീഥി മാ എന്ന കവിതയുടെ വർക്ക്ഷീറ്റുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 12 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, മയ്യ की आई വൃദ്ധാശ്രമ में चिट्ठी कैसे हो बैठा. മയ്യ എന്നുള്ളതിൻ്റെ അർത്ഥം അമ്മ. അപ്പം വൃദ്ധാശ്രം, ഓൾഡ് ഏജ് ഹോം, വൃദ്ധസദനം. അപ്പം വൃദ്ധസദനത്തിൽ നിന്ന് കത്തയക്കുന്നു തൻ്റെ മകന്. ആരാണ്? മയ്യ. മയ്യ എന്നുള്ളതിൻ്റെ അർത്ഥം അമ്മ. അപ്പോൾ വൃദ്ധാശ്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ നിന്ന് തൻ്റെ മകൻ്റെ പേരിൽ കത്തയക്കുകയാണ്, മകൻ്റെ വിശേഷം തിരക്കിക്കൊണ്ട്. മോനെ, നിനക്ക് സുഖമാണോ? ഇതാണ് ഹൈക്കുവിൻ്റെ അർത്ഥം. ചോദ്യം ഇതാണ്, യഹാ മയ്യ യാ മാ കഹാ ഹെ. ഇവിടെ മയ്യ അല്ലെങ്കിൽ അമ്മ എവിടെയാണ്? ഉത്തരം മയ്യ വൃദ്ധാശ്രമേ ഹെ. അമ്മ വൃദ്ധസദനത്തിൽ ആണ്. രണ്ടാമത്തെ ചോദ്യം, വൃദ്ധാശ്രമ में रहने वाली माँ किसके बारे में सोचती है. വൃദ്ധസദനത്തിൽ കഴിയുന്നതായ അമ്മ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഉത്തരം വൃദ്ധാശ്രമ में रहने वाली माँ अपने बेटे के बारे में सोचती है. വൃദ്ധസദനത്തിൽ കഴിയുന്നതായ അമ്മ തൻ്റെ മകനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ കവിതയിലേക്ക് കടക്കുന്നു. പുൽ ബിനീഥി മാ കേസി രചന ഹെ, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, പുൽ ബിനീഥി മാ കിസ് വിധാ കി രചന ഹെ എന്നും ചോദിക്കാം. പുൽ ബിനീഥി മാ ഏത് തരത്തിലുള്ള രചനയാണ്? ഉത്തരം പുൽ ബിനീഥി മാ കവിത ഹെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ചോദ്യം, പുൽ ബിനീഥി മാ കിസ്കി രചന ഹെ. പുൽ ബിനീഥി മാ എന്നത് ആരുടെ രചനയാണ്? ആൻസർ, പുൽ ബിനീഥി മാ നരേന്ദ്ര പുണ്ടരീക് രചന ഹെ. പുൽ ബിനീഥി മാ എന്ന കവിത നരേന്ദ്ര പുണ്ടരീകിൻ്റെതാണ്. അടുത്ത ചോദ്യം 5, മാ ഭായിയോ കെ ബീച്ച് കിസ്കെ സമാൻ ഥി. ഓപ്ഷൻസ്, റെയിൽഗാഡി, പുൽ, ലാൽ ബത്തി. അമ്മ സഹോദരങ്ങളുടെ ഇടയിൽ എന്തിനു തുല്യമായിരുന്നു? റെയിൽഗാഡി അഥവാ ട്രെയിൻ, പുൽ എന്ന് വെച്ചാൽ പാലം, ലാൽ ബത്തി ചുവന്ന കൊടി. ഇവിടെ ഉത്തരം പുൽ കെ സമാൻ ഥി, പാലത്തിന് തുല്യമായിരുന്നു. ആറാമത്തെ ചോദ്യം, ഭായിയോ കാ ജീവൻ കിസ്കെ സമാൻ ഥ. സഹോദരങ്ങളുടെ ജീവിതം എന്തിന് തുല്യമായിരുന്നു? ഓപ്ഷൻസ്, റെയിൽഗാഡി, പുൽ, ലാൽ ബത്തി. ഉത്തരം റെയിൽഗാഡി കെ സമാൻ ഥ. ചോദ്യം 7, ഭായിയോ കാ ജീവൻ കിസ്കെ കാരൺ ബേധടക് ചൽത്തി രഹതി ഥി. സഹോദരങ്ങളുടെ ജീവിതം ആര് കാരണം തടസ്സമില്ലാതെ പോയിക്കൊണ്ടേയിരുന്നു? ഉത്തരം ഭായിയോ കാ ജീവൻ മാ കെ കാരൺ ബേധടക് ചൽത്തി രഹതി ഥി. സഹോദരങ്ങളുടെ ജീവിതം അമ്മ കാരണം തടസ്സമില്ലാതെ തുടർന്നുകൊണ്ടേ ഇരുന്നു. എട്ടാമത്തെ ചോദ്യം, മാ പുൽ ബിനീഥി സേ ക്യാ താൽപര്യ ഹെ. അമ്മ പാലമായിരുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം മാ ദോ കിനാരോ കോ ജോഡ്നെ വാലെ പുൽ കെ സമാൻ ഹെ. അമ്മ 2 കരകളെ യോജിപ്പിക്കുന്ന പാലത്തിന് തുല്യമാണ്. अपने बच्चों के बीच प्यार कायम रखने के लिए माँ सदा जागरूक रहती है. തൻ്റെ മക്കളുടെ ഇടയിൽ സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടി അമ്മ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. ഇസ്ലിയേ കവി ने ऐसा कहा. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ഹമേ അപ്നെ പിതാജി और മാതാജി का संरक्षण करना है या नहीं. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണമോ വേണ്ടയോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? സംരക്ഷിക്കണമെന്നോ സംരക്ഷിക്കണ്ട എന്നോ?
നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായ ഉത്തരം നോക്കാം. ഹമേ അപ്നെ പിതാജി ഓർ മാതാജി കാ സംരക്ഷൺ ജറൂർ കർനാ ഹേ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ തീർച്ചയായും സംരക്ഷിക്കണം. വേ നഹി തോ ഹം നഹി. അവരില്ലെങ്കിൽ നമ്മളില്ല. അടുത്തത് 10ാമത്തെ ചോദ്യം. ബൂഢ രഹി ഹേ മാ, ഇസ്കാ ആശയ ക്യാ ഹേ? ബൂഢ രഹി ഹേ മാ എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? ഉത്തരം മാ ശാരീരിക് റൂപ് സേ കംസോർ ഹോനെ ലഗി ഥി. അമ്മ ശാരീരികമായ അവസ്ഥയിൽ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. വേ ബൂഢി ബന്ധഹി ഹേ, അതായത് അവർ വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. മാ കെ കന്ധോ സേ ഉതർത്തെ ഹി ഉതർ ഗേ ഹമാരെ കന്ധേ, ഇസ്കാ മത്ലബ് ക്യാ ഹോഗ? അമ്മ തോളിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ഞങ്ങളുടെ തോളും ഇറങ്ങി എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? ഉത്തരം മാ കെ മർ ജാനെ സേ ബേഠെ ബേസഹാരെ ബനെ. അമ്മ മരിച്ചതിനാൽ മക്കൾ ആശ്രയമില്ലാത്തവരായി തീർന്നു. അടുത്ത ചോദ്യം പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ പോസ്റ്റർ 2 തരത്തിൽ കാണാവുന്നതാണ്. ഒന്ന് സന്ദേശാത്മക് പോസ്റ്റർ, മറ്റൊന്ന് വിവരണാത്മക് പോസ്റ്റർ. സന്ദേശാത്മക് പോസ്റ്ററിൽ മെസ്സേജസ് മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. എന്നാൽ വിവരണാത്മക് പോസ്റ്ററിൽ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കുന്നതെങ്കിൽ അവിടെ 4 കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ഘടന, അതായത് സംഭവം. 2 അതായത് ഏത് സംഭവമാണ് എന്നുള്ള കാര്യം വ്യക്തമായി കൊടുക്കുക. 2 സ്ഥലം, ഈ സംഭവം എവിടെ നടക്കുന്നു എന്നുള്ള സ്ഥലം, അതാണ് സ്ഥാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 താരീഖ് അഥവാ ദിനാങ്ക്, ഈ സംഭവം ഏത് തീയതിയിൽ നടക്കുന്നു. 4 ഏത് സമയത്ത് നടക്കുന്നു, സമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പം ചോദ്യം ഇതാണ്. ചോദ്യം 12. മെയ് 8 വിശ്വ മാതൃ ദിവസ് ഹെ. മെയ് 8 വിശ്വ മാതൃ ദിവസമാണ്. മാ കാ മഹത്വ ദർശാത്തെ ഹുയെ ഏക് സന്ദേശാത്മക് പോസ്റ്റർ തയ്യാർ കരേ. ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ്, സന്ദേശാത്മക് പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ മെസ്സേജസ് മാത്രം ഉൾക്കൊള്ളിച്ചാൽ മതിയാകും. ഇവിടെ ഉത്തരം സാധാരണ പോസ്റ്റർ ബോക്സിനുള്ളിലാണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആ പോസ്റ്റർ തയ്യാറാക്കുന്ന അതോറിറ്റി ഏതാണ് എന്നുള്ളത് ആ പോസ്റ്ററിൻ്റെ ഏറ്റവും അടിവശത്തെ ലൈനിലായിട്ട് കൊടുക്കണം. അപ്പോൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മാ ഈശ്വർ കാ വരദാൻ ഹെ. അമ്മ ദൈവത്തിൻ്റെ വരദാനമാണ്. മെയ് 8 വിശ്വ മാതൃ ദിവസ്. മെയ് 8 വിശ്വ മാതൃ ദിവസ്, വേൾഡ് മദേഴ്സ് ഡേ. മമത കി മൂർത്തി മാ കോ പ്രണാം. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ അമ്മയ്ക്ക് നമസ്കാരം. ഇതിൻ്റെ ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്ന അതോറിറ്റി ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, മാതൃ ശിശു സംരക്ഷൺ സമിതി, നയി ദില്ലി. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക, പോസ്റ്റർ ബോക്സിനുള്ളിൽ ഈ കൊടുത്തിരിക്കുന്നത് പോലെ തയ്യാറാക്കുക. നമ്മൾ ഏത് വിഷയമാണോ കൊടുക്കുന്നത് അത് കുറച്ച് ബോൾഡായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് 2ാമത്തെ വർക്ക്ഷീറ്റാണ്. 2ാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 11 ചോദ്യങ്ങളാണുള്ളത്. 1ാമത്തെ ചോദ്യം, കവിത മേ ഭായിയോ കെ പിതാ കോ ക്യാ ഹോ ഗയാ ഹോഗ. കവിതയിൽ സഹോദരങ്ങളുടെ അച്ഛന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഓപ്ഷൻ വിദേശ് ഗയാ ഹോഗ, മർ ഗയാ ഹോഗ, ഉനെ ഛോഡ്കർ കഹി ഗയാ ഹോഗ. അതായത് വിദേശത്ത് പോയിട്ടുണ്ടാവാം, മരിച്ചു പോയിട്ടുണ്ടാവാം, ഇവരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. ഉത്തരം മർ ഗയാ ഹോഗ, മരിച്ചു പോയിട്ടുണ്ടാകും. ചോദ്യം 2, കബ് തക് മാനെ ഭായിയോ കാ പാലൻ കിയാ ഹോഗ. എപ്പോൾ വരെ അമ്മ സഹോദരങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടാകും, പരിപാലിച്ചിട്ടുണ്ടാവും? അപ്നി മൃത്യു തക്, ബൂഢി ബന്നെ തക്, ഭായിയോ കെ വിവാഹ് തക്. തൻ്റെ മരണം വരെ, അതുപോലെ വൃദ്ധയാകുന്നത് വരെ, സഹോദരങ്ങളുടെ വിവാഹം വരെ. ഉത്തരം ബൂഢി ബന്നെ തക്, വൃദ്ധയാകുന്നത് വരെ. 3ാമത്തെ ചോദ്യം, മാക്കോ ധീരെ ധീരെ ക്യാ ഹോഗി. അമ്മയ്ക്ക് സാവധാനം എന്ത് സംഭവിച്ചു? ഉത്തരം
മാ ധീരെ ധീരെ ബൂഢി ഹോഗി. അമ്മ സാവധാനം പതിയെ പതിയെ വൃദ്ധയായി തീർന്നു. ചോദ്യം 4. മാ ബൂഢി ബന്നെ പർ ഭായിയോ കോ കൈസേ ലഗി. അമ്മ വൃദ്ധയായി കഴിഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് എന്ത് അവസ്ഥയാണ് ഉണ്ടായത്, എങ്ങനെ തോന്നി? ഉത്തരം: മാ ബൂഢി ബന്നെ പർ ഭായിയോ കോ ഭാർ ബന്നെ ലഗി. അമ്മ വൃദ്ധയായപ്പോൾ സഹോദരങ്ങൾക്ക് അമ്മ ഭാരമായി തോന്നി. 5ാമത്തെ ചോദ്യം: മാ ഭാർ ബൻ ജാനെ പർ ഭായിയോനെ ക്യാ കിയാ. അമ്മ ഭാരമായപ്പോൾ സഹോദരങ്ങൾ എന്ത് ചെയ്തു? ഉത്തരം: മാ ഭാർ ബൻ ജാനെ പർ ഭായിയോനെ കന്ധേ ബദൽത്തെ രഹേ. അമ്മ ഭാരമായപ്പോൾ സഹോദരങ്ങൾ അവരുടെ ചുമൽ മാറ്റിക്കൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ അമ്മയോടുള്ളതായ ഉത്തരവാദിത്വം പരസ്പരം കൈമാറിക്കൊണ്ടേയിരുന്നു. ചോദ്യം 6. അപ്നെ ബച്ചേ കന്ധേ ബദൽത്തെ ദേഖർ മാനെ ക്യാ കിയ. തൻ്റെ മക്കൾ ഇങ്ങനെ തോളിൽ നിന്ന് തോളിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നതായ ഇത് കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? ഉത്തരം: अपने बच्चे कंधे बदलते देखकर माँ भाइयों के कंधों से स्वयं उतर गई. തൻ്റെ മക്കൾ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട്, അതായത് അമ്മയുടെ ഉത്തരവാദിത്വം, അമ്മയെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പരസ്പരം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ സ്വയം ഇറങ്ങി. ചോദ്യം 7. हम बेसहारे बने इस आशय को सूचित करने वाली पंक्ति लिखें. ഞങ്ങൾ ബേസഹാരെ ബനെ ആശ്രയമില്ലാത്തവരായി എന്ന് അർത്ഥമാക്കുന്ന ആശയം വരുന്നതായ വരി കണ്ടെത്തി എഴുതുക. ഉത്തരം: ഉത്തർ ഗേ ഹമാരെ കന്ധേ. 8ാമത്തെ ചോദ്യം: ധീരെ ധീരെ ടൂട്ട്തി രഹി മാ ഇസ്സെ ക്യാ താൽപര്യ ഹെ. സാവധാനം തകർന്നുകൊണ്ടേയിരുന്നു അമ്മ എന്നുള്ളതിൻ്റെ ആശയം എന്താണ്? ഉത്തരം: മാ ബൂഢി ഹോ രഹി ഥി. അമ്മ വൃദ്ധയായിക്കൊണ്ടിരുന്നു. ചോദ്യം 9. ഹമാരെ കന്ധോ സേ ഉത്തർ ഗയി മാ ഇസ്സെ ക്യാ താൽപര്യ ഹെ. ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ ഇറങ്ങി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം: മാ മർ ഗയി. അമ്മ മരിച്ചുപോയി. 10ാമത്തെ ചോദ്യം: മാ ആഖിർ മാ ഹി തോ ഹേ ഇസ്സെ ആപ്നെ ക്യാ സമझ. അമ്മ തന്നെയാണല്ലോ എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഉത്തരം: മാ ഹമേ ജന്മ ദേനെ വാലി ഹെ. അമ്മ നമുക്ക് ജന്മം നൽകിയവളാണ്. അപ്നെ ബച്ചോ കി ഭലായി കെ ലിയെ മാ ബഹുത് കഷ്ട സഹതി ഹെ. തൻ്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി അമ്മ വളരെയധികം കഷ്ടത സഹിക്കുന്നു. മാ കി തുലന ദൂസറോ സേ നഹി കർ സക്തേ ഹെ. അമ്മയെ മറ്റാരുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ബുഢാപ്പേ മേ ബച്ചോ കോ ബോझ ബന്ന നഹി ചാഹത്തി ഹെ. വാർദ്ധക്യത്തിൽ മക്കൾക്ക് ഭാരമായി തീരാൻ അമ്മ ആഗ്രഹിക്കുന്നില്ല. ബച്ചോ കി തക്ലീഫ് സമജ്കർ ഉൻസെ അലഗ് രഹനെ കെ ലിയെ സോച്തി ഹെ. മക്കളുടെ ബുദ്ധിമുട്ട്, താൻ ഉള്ളതിൻ്റെതായ പ്രയാസം മനസ്സിലാക്കിയിട്ട് അമ്മ അവരിൽ നിന്ന് അകന്നു പോകുവാൻ ആലോചിക്കുന്നു. ഇതാണ് 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 11ാമത്തെ ചോദ്യം ടിപ്പണി തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. ഈ കവിതയെ സംബന്ധിക്കുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കുക. ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട 2 തരത്തിൽ പരീക്ഷയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഒന്ന് ടിപ്പണി തയ്യാറാക്കുക എന്നും മറ്റൊന്ന് ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കുക എന്നും. ടിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ടിപ്പണി, ആസ്വാദൻ ടിപ്പണി, ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ആസ്വാദൻ ടിപ്പണിയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായ കവിതയിലെ നമുക്ക് ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ട്, കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നിയതായ വരികൾ ഊന്നൽ കൊടുത്തുകൊണ്ട് വിശദീകരണം കൊടുക്കുക എന്നുള്ളതാണ് ആസ്വാദൻ ടിപ്പണി. എന്നാൽ ടിപ്പണി തയ്യാറാക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കവിതയുടെ ആശയം ഉൾക്കൊള്ളിച്ച് നമ്മൾ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ ഒരു ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഭൂമിക അഥവാ ആമുഖ്, അതായത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ കവിതാ കാ നാം, കവി ആദി കാ പരിചയം. ഇൻട്രൊഡക്ഷനിൽ കവിതയുടെ പേര് എഴുതണം, കവിയെക്കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ കവിയുടെ പേര് എഴുതണം. അത് വളരെ ചെറിയ 1-2 ലൈനിൽ മാത്രമേ ആദ്യത്തെ പാരഗ്രാഫ് എഴുതേണ്ടതുള്ളൂ. 2ാമത്തെ പാരഗ്രാഫിലാണ് കവിതാ കാ വിശ്ലേഷൺ, കവിതയുടെ ആശയ വിവരണം.
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആസ്വാദന ടിപ്പണിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമുക്ക് ടച്ചിങ് ആയി തോന്നിയതായ വരികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കവിതയുടെ ആശയം ഉൾക്കൊള്ളിച്ച് വിശദീകരിക്കാം. അതാണ് വലിയ ഖണ്ഡികയായിട്ട് എഴുതേണ്ടത്. മൂന്നാമത് കൊടുക്കേണ്ടത് ഉപസംഹാർ അഥവാ കൺക്ലൂഷൻ. ഇങ്ങനെ 3 പാരഗ്രാഫായിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ 3 ഖണ്ഡികയായിട്ട് വേണം നമ്മൾ ടിപ്പണി അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി തയ്യാറാക്കേണ്ടത്. 11ാമത്തെ ചോദ്യം, പുൽ ബെനീഥി മാ എന്ന കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉള്ളതായ ടിപ്പണി തയ്യാറാക്കുക. ഉത്തരം, ഹെഡിങ്, ഒരു ആസ്വാദന ടിപ്പണി അല്ലെങ്കിൽ ടിപ്പണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഹെഡിങ് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നു മാ കാ പ്യാർ. അത് കവിതയുടെ പേര് തന്നെ കൊടുക്കണമെന്നില്ല, അതിന് ചേരുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളതായ ഒരു പേര് കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മാ കാ പ്യാർ, അമ്മയുടെ സ്നേഹം. പുൽ ബെനീഥി മാ ഹിന്ദി കെ മഹാൻ കവി നരേന്ദ്ര പുണ്ടരീക് की സമകാലീൻ കവിത है. പുൽ ബെനീഥി മാ എന്നത് ഹിന്ദിയിലെ മഹാനായ കവി നരേന്ദ്ര പുണ്ടരീകിന്റെ ഈ കാലഘട്ടത്തിന് ചേരുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. इस कविता में प्यार तथा दुलार से बेटों को पालती हुई माँ की बुढ़ापे की हालत की ओर इशारा करते हैं. ഈ കവിതയിൽ സ്നേഹത്തോടും ലാളനയോടും കൂടി മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു അമ്മയുടെ വാർദ്ധക്യത്തിലെ അവസ്ഥയെയാണ് ചൂണ്ടി കാണിക്കുന്നത്. ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ്, മാ അപ്നെ ബേഠോ കെ ബീച്ച് പുൽ ബിനി ഥി. അമ്മ തൻ്റെ മക്കളുടെ ഇടയിൽ ഒരു പാലമായിരുന്നു. മാ കി പ്യാർ കി ഛായാമേ ബച്ചോ കാ ജീവൻ ആകെ ബഡ് രഹാ ഥാ. അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ മക്കളുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. पिता के मर जाने के बाद भी माँ सदा इस बात पर ध्यान रखती थी कि अपने बेटों में भाईचारा कायम रहे. അച്ഛൻ മരിച്ചു പോയതിനു ശേഷവും അമ്മ എപ്പോഴും ഈ കാര്യത്തിൽ ശ്രദ്ധ വെച്ചിരുന്നു, തൻ്റെ മക്കളുടെ ഇടയിൽ സാഹോദര്യം നിലനിൽക്കട്ടെ. ലേക്കിൻ മാ ബൂഢി ഹോ രഹി ഥി. എന്നാൽ അമ്മ വൃദ്ധയായിക്കൊണ്ടേയിരുന്നു. ഭായിയോं के बीच के संबंध में दरार पड़ गई. സഹോദരങ്ങളുടെ ബന്ധത്തിന് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിനിടയിൽ വിള്ളൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. असहाय निर्बल बूढ़ी माँ को अपने बेटों के संरक्षण में आना पड़ा. മറ്റാരായാലും ആശ്രയമില്ലാത്ത ആരോഗ്യമില്ലാത്ത വൃദ്ധയായ അമ്മയ്ക്ക് തൻ്റെ മക്കളുടെ സംരക്ഷണയിൽ വരേണ്ടതായി വന്നു. പരന്തു മാ ഉൻകേലിയെ ഭാർ ബൻ ഗയി. എന്നാൽ മക്കളെ സംബന്ധിച്ച് അമ്മ ഭാരമായി തീർന്നു. വേ മാ കി ദേഖ്ഭാൽ കാ ദായിത്വ ആപസ് മേ ബദൽത്തെ രഹേ. അവർ അമ്മയുടെ സംരക്ഷണയുടെ ഉത്തരവാദിത്തം പരസ്പരം മാറിക്കൊണ്ടേയിരുന്നു. മാ സമജ് ഗയി കി വേ സ്വയം ബേഠോ കെ ലിയെ ഭാർ ബൻ ഗയി. അമ്മ സ്വയം മനസ്സിലാക്കി തൻ്റെ മക്കൾക്ക് താനൊരു ഭാരമായി തീർന്നു എന്ന്. അപ്നെ को बच्चों का बोझ समझकर वे बच्चों के कंधों से उतर गए. സ്വയം തൻ്റെ മക്കൾക്ക് ഭാരമായി നമ്മ മനസ്സിലാക്കിയപ്പോൾ അമ്മ മക്കളുടെ തോളിൽ നിന്ന് സ്വയം ഇറങ്ങി. മാ മർഗി, അമ്മ മരിച്ചുപോയി. മാ കി മൃത്യു കെ ബാദ് വേ ബേസഹാരെ ബൻ ഗയി. അമ്മയുടെ മരണത്തിന് ശേഷം അവർ സഹായമില്ലാത്തവരായി മാറി, ആശ്രയമില്ലാത്തവരായി മാറി. മൂന്നാമത്തെ പാരഗ്രാഫ്, ये कविता हमें याद दिलाती है कि बुढ़ापे में माता पिता का संरक्षण बेटों का दायित्व है. ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വം ആണ്. കവിത അത്യന്ത പ്രാസംഗിക് ഹേ. കവിത വളരെയധികം സാന്ദർഭികത്വമുള്ളതാണ്, ഈ കാലഘട്ടത്തിന് ചേരുന്നതാണ്. കവിത की भाषा भी सरल है. കവിതയുടെ ഭാഷാ ശൈലി വളരെ സിമ്പിളാണ്. അടുത്തത്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചില അപഠിത് കവിതാംശ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അപഠിത് കവിതാംശ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനില്ലാത്തതായ കവിതയും അതുമായി ബന്ധപ്പെട്ട് വരുന്നതായ ചോദ്യങ്ങൾ. മുൻപ് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 4 കവിതാഭാഗങ്ങൾ പരിചയപ്പെടുത്തുകയും അതിനോടൊപ്പം അതിന് വരുന്നതായ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടി പരിചയപ്പെടുന്നു.
അപഠിത് കവിതാംശിൽ നമ്മൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു അപഠിത് കവിതാംശിന്റെ ആശയം അവതരിപ്പിക്കുമ്പോൾ സിർഫ് ഏക് അനുച്ഛേദ് സേ കവിത കാ ആശയ പ്രസ്തുത് കർനാ ഹൈ. കേവലം ഒരു പാരഗ്രാഫിൽ നമ്മൾ ആശയം എഴുതിയാൽ മതിയാകും. നേരത്തെ പറഞ്ഞതുപോലെ ടിപ്പണി തയ്യാറാക്കുന്നത് പോലെ നമ്മൾ 3 പാരഗ്രാഫായി തയ്യാറാക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ നമുക്ക് തരുന്ന കവിതാഭാഗത്തിൽ കവിതയുടെ പേരോ കവിയുടെ പേരോ ഒന്നും തന്നെ ഉണ്ടാവാൻ ഇടയില്ല. കവിയുടെ പേരും വന്നാൽ നമുക്ക് ആശയം എഴുതുന്ന കൂട്ടത്തിൽ എഴുതാം. ഇല്ലെങ്കിൽ കവിതയുടെ ഭാഗത്ത് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ കവിത കാ നാം ആദി ലിഖ്നെ കി ആവശ്യകത നഹി. കവിയുടെ പേരോ കവിതയുടെ പേരോ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യം ഇല്ല. ഒന്നാമത്തെ കവിതാഭാഗം किताबें करती है बातें बीते जमानों की, दुनिया की, इंसानों की, आज की, कल की, एक एक पल की, खुशियों की, गमों की. ഇതാണ് കവിത. ഇതിന്റെ ആശയം താഴെ കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ചോദ്യം അത് നമുക്ക് ആദ്യം നോക്കിയതിനു ശേഷം ബാക്കി വരുന്നതായ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിക്കാം. कविता का आशय लिखें. इस कविता में कवि कहते हैं कि किताबें बीते जमाने की कई बातें कहती हैं. ഈ കവിതയിൽ കവി നമ്മളോട് പറയുന്നത് പുസ്തകങ്ങൾ കഴിഞ്ഞ കാലത്തെ സംബന്ധിക്കുന്ന ധാരാളം കാര്യങ്ങൾ പറയുന്നു. കിതാബേं दुनिया की बातें, इंसानों की खुशी और दुख की बातें, आज की और कल की बातें, एक एक पल की खुशियों और दुखों की बातें बताती हैं. അതായത് പുസ്തകങ്ങൾ ലോകത്തിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാര്യങ്ങൾ, ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ, ഓരോ നിമിഷത്തെയും സന്തോഷങ്ങളെ സംബന്ധിച്ചും അതുപോലെ ദുഃഖങ്ങളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുസ്തകങ്ങൾ പറഞ്ഞു തരുന്നു. ഹം സദാ കിതാബോസെ ദോസ്തി കരേം. നമ്മളെപ്പോഴും പുസ്തകങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുക. കിതാബോമേ ഹമാരെ സമജ്നെ ലായക് കൈ ബാത്തേ ഹൈ. പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. ഇതാണ് ഈ കവിതയുടെ ആശയവും. ഇനി മറ്റു ചോദ്യങ്ങൾ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഈ കവിതയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. കിതാബേ സോച്തി ഹേ, കിതാബേ ബാത്തേ കർത്തി ഹേ, കിതാബോമേ ഖുഷിയാ നഹി ഹേ. ഇവിടെ 3 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. കിതാബേ സോച്തി ഹേ, പുസ്തകങ്ങൾ ചിന്തിക്കുന്നു, പുസ്തകങ്ങൾ സംസാരിക്കുന്നു, പുസ്തകങ്ങളിൽ സന്തോഷമില്ല. ഉത്തരം കിതാബേം ബാത്തേം കർത്തി ഹേ, പുസ്തകങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. അടുത്ത ചോദ്യം. ഇസ് കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് ലിഖേ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് തരുന്ന ഒരു ചോദ്യം ഇതാണ്. സാധാരണ ഇങ്ങനെ ഒരു കവിത വരുമ്പോൾ നമ്മളോട് ചോദിക്കാവുന്നൊരു ചോദ്യം ഇതാണ്. കവിതയ്ക്ക് ചേരുന്ന ഒരു ശീർഷകം കൊടുക്കുക, തലക്കെട്ട് കൊടുക്കുക. അപ്പം ഇവിടെ ഈ കവിതയ്ക്ക് ചേരാവുന്നത് കിതാബേം അല്ലെങ്കിൽ പുസ്തകേം. അടുത്ത ചോദ്യം. സൻസാർ ശബ്ദ കെ ലിയേ സമാനാർത്ഥക് ശബ്ദ കവിതാംശ് സെ ചുൻകർ ലിഖേം. സൻസാർ എന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ളതായ ഒരു വാക്ക് ഈ കവിതാഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തി എഴുതുക. ഉത്തരം ദുനിയ. ഇതാണ് ആദ്യത്തെ പഠിത കവിതാംശമായിട്ട് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത മറ്റൊരു കവിതാംശ്. देखो कोयल काली है पर मीठी है इसकी बोली, इसने ही तो कूक कोकर आमों की मिसरी खोली, क्या गाती हो किसे बुलाती बतला दो कोयल रानी, प्यासी धरती देख मांगती हो क्या मेघों से पानी. ഇവിടെ ഇതിന്റെ ആശയമാണ് ഞാൻ അവസാനമായി കൊടുത്തിരിക്കുന്നത്. അത് നോക്കുക. കവിതാംശ ആശയ ലിഖേ. ഈ കവിത കോയൽ കെ ബാരെ മേ ഹേ. ഈ കവിത കുയിലിനെ സംബന്ധിച്ചാണ്. കോയൽ കാലി ഹേ, കുയിൽ കറുത്തതാണ്. ലേക്കിൻ ഇസ്കി ബോലി മീठी ഹേ, പക്ഷേ ഇതിന്റെ ശബ്ദം വളരെ മാധുര്യമുള്ളത് ആണ്. ഇസ്നെ കൂക്കർ ആമോമേ മിസ്രി ഖോലി ഹേ. ഇത് കൂവി മാങ്ങകളിൽ പോലും കൽക്കണ്ടം നിറയ്ക്കുന്നു. കവി കോയൽ സെ പൂച്ച്താ ഹേ. 2 തരത്തിൽ ഇതിന്റെ അർത്ഥമുണ്ട്. അർത്ഥം നമുക്ക് ഇതിനെ പറയാം. കൂക്കർ ആമോമേ മിസ്രി ഖോലി ഹേ എന്നുള്ളതിൽ മാമ്പഴങ്ങളിൽ ഉള്ളതുപോലുള്ള മാധുര്യം നമ്മളിലേക്കും നിറയ്ക്കുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് അർത്ഥമാക്കാം. കവി കോയൽ സെ പൂച്ച്താ ഹേ, ഹേ കോയൽ തു ക്യാ ഗാത്തി ഹേ ഓർ കിസ്കോ ബുലാത്തി ഹേ. കവി കുയിലിനോട് ചോദിക്കുകയാണ്, അല്ലയോ കുയിൽ
നീ എന്താണ് പാടിക്കൊണ്ടിരിക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? ക്യാ പ്യാസി ധർത്തി കോ ദേഖർ മേഘോ സെ പാനി മാങ്തി ഹേ? ദാഹിച്ചു വരേണ്ടതായ ഭൂമിയെ കണ്ടിട്ട് നീ മേഘങ്ങളിൽ നിന്ന് വെള്ളം ആവശ്യപ്പെടുകയാണോ? ഇതാണ് ഈ കവിതയുടെ ആശയം. മറ്റു ചോദ്യങ്ങൾ. കോയൽ കി ബോലി കേസി ഹേ? കുയിലിൻ്റെ ശബ്ദം എങ്ങനെയുള്ളതാണ്? ഉത്തരം കോയൽ കി ബോലി മീഠി ഹേ. കുയിലിൻ്റെ ശബ്ദം മാധുര്യമുള്ളതാണ്. അടുത്ത ചോദ്യം. ഇസ് കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് ലിഖേ? ഈ കവിതയ്ക്ക് ചേരുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ഉത്തരം കോയൽ കി ബോലി. ഇനി നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ശീർഷകം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതിന് ചേരാവുന്ന തരത്തിലുള്ളതായ മറ്റ് ശീർഷകം കൊടുക്കാമെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ? താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്നതായ വരികൾ കണ്ടെത്തി എഴുതുക. ക്യാ പ്യാസി ധർത്തി കോ ദേഖർ മേഘോ സെ പാനി മാങ്തി ഹേ? എന്താ ദാഹിച്ചു വരണ്ടിരിക്കുന്നതായ ഭൂമിയെ കണ്ടിട്ട് മേഘങ്ങളിൽ നിന്ന് വെള്ളം ആവശ്യപ്പെടുകയാണോ? നിങ്ങൾ തീർച്ചയായും കണ്ടെത്തി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. എങ്കിലും ഉത്തരം പറയുന്നു. പ്യാസി ധർത്തി ദേഖ് മാങ്തി ഹോ ക്യാ മേഘോ സെ പാനി. അടുത്ത മൂന്നാമത്തെ കവിതാ ഭാഗം. प्रयास करो जब तक है सांस, प्रयास करो जब तक है आस, प्रयास करो न हारो न थको न रुको, बढ़ो और जीतने का प्रयास करो. जीवन में आती है कठिनाइयाँ, हिम्मत तोड़ जाती है कठिनाइयाँ, कठिनाइयों में जीतने का प्रयास करो जब तक है सांस, प्रयास करो. നമ്മുടെ ജീവിതത്തിൽ അധ്വാനത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ആണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ആശയം കൊടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് നോക്കാം. കവിതാംശ का आशय लिखें. यह कविता मेहनत के बारे में है. ഈ കവിത അധ്വാനത്തെ സംബന്ധിച്ചാണ്. हमारे जीवन के अंत तक मेहनत करके जीना है. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം. थकावट के बिना आगे बढ़ना है. ക്ഷീണമില്ലാതെ നമ്മൾ തളർന്നിരിക്കാതെ നമ്മൾ മുന്നേറണം. കഭി ന രുക്കേ. നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ഹാർ നിഹി വിജയ് ഹമാര ലക്ഷ്യം ഹോഗ. പരാജയമല്ല, വിജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ജീവൻ മേ കഠിനായ ആയെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. കഠിനായൊക്കെ തോട് കറാകെ ബഠിനാഹെ. പ്രയാസങ്ങളെയൊക്കെ തകർത്ത് നമ്മൾ മുന്നേറുക തന്നെ വേണം. മറ്റു ചോദ്യങ്ങൾ. മേഹനത് കാ സമാനാർത്ഥക് ശബ്ദ ക്യാ ഹെ? മേഹനത് എന്നുള്ളതിന് തുല്യമായ മറ്റൊരു ശബ്ദം, ഒരു വാക്ക് ഈ കവിതാംശത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. ഉത്തരം പ്രയാസ്. അടുത്ത ചോദ്യം. കവിതാംശ് കെ ലിയേ ഉചിത് ശീർഷക് ദേ? കവിതയ്ക്ക് ചേരുന്ന ഒരു ടൈറ്റിൽ നൽകുക. ഉത്തരം പ്രയാസ് കരോ. അടുത്ത ചോദ്യം ഇതാണ്. ഇസ് കവിതാംശ് കാ സന്ദേശ് ക്യാ ഹെ? ഈ കവിതയുടെ മെസ്സേജ് എന്താണ്? ഉത്തരം ഹമാരെ ജീവൻ കെ അന്ത് തക് മെഹനത് കരെ. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മൾ അധ്വാനിക്കുക. മറ്റൊരു കവിതാ ഭാഗം. रो रो कर पुकार रहा हूँ, हमें जमीन से मत उखाड़ो. इस तरह की सुंदर छाया हम पेड़ों से बनी हुई है. मधुर मधुर ये मंद हवाएं अमृत बन के चली हुई हैं. हमी से सुंदर जीवन मिलता, बुरी नजर मुझ पर मत डालो. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരോട് പറയുന്നതാണ് ഇത് എന്നുള്ള കാര്യം, അല്ലേ? ആരോട് പറയുന്നതാണ്? മനുഷ്യരോട് പറയുന്നത്. ആര് പറയുന്നതാണ്? മരങ്ങൾ പറയുന്നതാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ആശയം എന്താണെന്ന്. ഇസ് കവിതാംശ का आशय लिखें. पेड़ मानव से प्रार्थना करते हैं. മരങ്ങൾ മനുഷ്യരോട് അപേക്ഷിക്കുന്നു. ഹം പേടോं को जमीन से मत उखाड़े. ഞങ്ങൾ മരങ്ങളെ മണ്ണിൽ നിന്ന് പിഴുതെറിയരുത്. ഇസ് പൃഥ്വി की हरीदिमा हम पेड़ों के कारण है. ഈ ഭൂമിയിലെ പച്ചപ്പിന് കാരണം ഞങ്ങൾ മരങ്ങളാണ്. ഹം പേടോं के पास से गुजरती हवाएं अमृत बन के चली हैं. ഞങ്ങൾ മരങ്ങളുടെ അടുക്കൽ കൂടി കടന്നു പോകുന്നതായ വായുവിന് അമൃതൻ്റെതായ ശക്തിയുണ്ട്, അല്ലെങ്കിൽ അമൃതമായിട്ടാണ് ഞങ്ങളുടെ ചുറ്റിനും ഉള്ളതായ വായു. അതായത് മരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ആവശ്യമായ പ്രാണവായു നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹം പേടോ സെ സുന്ദർ ജീവൻ മിൽത്തെ ഹെ. ഞങ്ങൾ മരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുന്ദരമായ ജീവിതം ലഭിക്കുന്നു.
इसलिए बुरी नസർ से മത് ദേഖേ, അതുകൊണ്ട് ഞങ്ങളെ മോശമായ കണ്ണുകളോടുകൂടി ഞങ്ങളെ നോക്കരുത്. പേടോं का संरक्षण इस कवितांश का मुख्य विषय. ഇപ്പം മരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കവിതാഭാഗത്തിലെ പ്രധാന വിഷയം. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് മറ്റ് പാഠഭാഗങ്ങളുടെ വർക്ക്ഷീറ്റും അവയുടെ ഉത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ തീർച്ചയായും ഈ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായ പാഠഭാഗങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയപ്പെടുത്തുക. മറ്റൊരു പാഠവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.